നാരായണ നാരായണ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ഏകാദശസ്കന്ധേ ചതുർവിംശതിതമോധ്യായ. ശ്രീഭഗവാനുവാച അഥ തേ സംപ്രവിക്ഷ്യാമി സാംഖ്യം പൂർവൈർവിനിശ്ചിതം യദ്വിജ്ഞായ പുമാൻ സദ്യോ ജഹ്യാത് വൈകൽപ്പികം ഭ്രമം ആസീത് ജ്ഞാനമഥോ ഹ്യർത്ഥ ഏകമേവാവികൽപ്പിതം യഥാ വിവേകനിപുണാ ആദൗ കൃതയുഗേ യുഗേ തന്മായാഫലരൂപേണ കേവലം നിർവികൽപ്പിതം വാങ്മനോഗോചരം സത്യം ദ്വിതാ സമഭവത് ബൃഹത് തയോരേകതരോ ഹ്യർത്ഥ പ്രകൃതി ശോഭയാത്മികാ ജ്ഞാനം ത്വന്യതമോ ഭാവ പുരുഷ സോഭിധീയതേ തമോരജ സത്വമിതി പ്രകൃതേരഭവൻ ഗുണാ മയാ പ്രക്ഷോഭ്യമാണായ പുരുഷാനുമതേന ജാം തേഭ്യ സമഭവത് സൂത്രം മഹാൻ സൂത്രേണ സംയുത തതോ വികുർവതോ ജാതോഹങ്കാരോ യോ വിമോഹന വൈകാരികസ്ഥൈജസശ്ച താമസശ്ചേത്യഹം ത്രിവൃത് തന്മാത്രേന്ദ്രിയ മനസാം കാരണം ചിദജിന്മയ അർത്ഥസ്തന്മാത്രികാജ്ഞേ താമസാദിന്ദ്രിയാണി ച തൈജസാദേവതാ ആസന്നേകാദശ ച വൈകൃതാത് മയാ സംജോതിതാ ഭാവാ സർവേ സംഹത്യകാരിണ ഖണ്ഡമുത്പാദയാമാസുർമായാതനമുത്തമം തസ്മിന്നഹം സമഭവമണ്ഡേ സലിലസംസ്ഥിതൗ മമ നാഭ്യമഭൂത്പത്വം വിശ്വാഖ്യം തത്ര ച ബഭൂവ സോസൃജത്തപസാ യുക്തോ രചസാ മദനുഗ്രഹാൻ ലോകാൻ സപാലാൻ വിശ്വാത്മാ ഭൂർഭുവഃ സ്വരിതി ത്രിധാം ദേവാനാമോഘ ആസീത് സുർഭൂതാനാം ച ഭുവപദം മർത്യാദീനാം ച ഭൂർലോക സിദ്ധാനാം ത്രിതയാത് പരം അഥോസുരാണാം നാഗാനാം ഭൂമേരോഗോ സൃജത് പ്രഭു ത്രിലോക്യാം ഗതയ സർവാഃ കർമ്മണാം ത്രിഗുണാത്മനാം യോഗസ്യ തപസശ്ചൈവ ന്യാസസ്യ ഗതയോ മലാഃ അഹർജനസ്തപഃ സത്യം ഭക്തിയോഗസ്യ മദ്ഗതി മയാ കാലാത്മനാധാത്ര കർമ്മയുക്തമിദം ജഗത് ഗുണപ്രവാഹ ഏതസ്മിന്നുന്മജ്ജതി നിമജ്ജതി കണ്ണുർബൃഹത് കൃശ സ്ഥൂലോ യോ യോ ഭാവ പ്രസിദ്ധ്യതി സർവോപ്യുഭയ സംയുക്ത പ്രകൃത്യാ പുരുഷേണ ജാം യസ്തു യസ്യാദിരന്തശ്ച സ വൈ മധ്യം ച തസ്യ സൻ വികാരോ വ്യവഹാരാർത്ഥോ യഥാ തൈജസ പാർത്ഥിവാ യദുപാദായ പൂർവസ്ഥു ഭാവോ വികുരുതേ പരം ആദിരന്തോ യഥാ യസ്യ തത് സത്യമഭിധീയത്തെ പ്രകൃതി യസ്യോപാദാനാധാര പുരുഷ പരാം സതോഭിവ്യഞ്ജക കാലോ ബ്രഹ്മതത്രിതയം ത്വഹം സർഗ പ്രവർത്തതേ താവത് പൗർവാപര്യേണ നിത്യശ മഹാൻ ഗുണവിസർഗാർത്ഥ സ്ഥിത്യന്തോ യാവദീക്ഷണം വീരാൺമയാ സാധ്യമാനോ ലോകകൽപ്പവികൽപക പഞ്ചത്വായ വിശേഷായ കൽപ്പതേ ഭുവനൈഃ സഹ തന്നേ പ്രലീയതേ മർത്യമന്നം ധാനാസു ലീയതേ ധാനാ ഭൂമൗ പ്രലീയന്തേ ഭൂമിർഗന്ധേ പ്രലീയതേ അപ്സു പ്രലീയതേ ഗന്ധ ആപശ്ച സ്വഗുണേ രസേ ലീയതേ ജ്യോതിഷിരസോ ജ്യോതിരൂപേ പ്രലീയതേ രൂപം വായൗ സജസ്പർശേ ലീയതേ സോവിജാംബരേ
അംബരം ശബ്ദതന്മാത്രാ ഇന്ദ്രിയാണി സ്വയോനിഷു യോനിർവൈകാരികേ സൗമ്യ ലീയതേ മനസീശ്വരേ ശബ്ദോ ഭൂതാദിമപ്യേതി ഭൂതാദിർമഹതി പ്രഭോ സലീയതേ മഹാൻ സ്വേഷു ഗുണേഷു ഗുണവത്തമഃ തേ വ്യക്തേ സംപ്രലീയന്തേ തത്കാലേ ലീയതേ വ്യേ കാലോ മായാമയേ ജീവേ ജീവ ആത്മനി മയ്യജേ ആത്മാ കേവലാത്മസ്ഥോ വികൽപാപായ ലക്ഷണ ഏവമന്വീക്ഷമാണസ്യ കഥം വൈകൽപികോ ഭ്രമ മനസോ ഹൃദി തിഷ്ഠേത വ്യോംനീർവാർക്കോദയേതമാം ഏഷ സാംശയവിധി പ്രോക്ത സംശയ ഗ്രന്ഥിഭേദന പ്രതിലോമാനുലോമാഭ്യാം പരാവരദൃശാമയാ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസസംഹിതായാം ഏകാദശസ്കന്ധേ ചതുർവിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഏകാദശസ്കന്ധം 24-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവന് സാഖ്യശാസ്ത്രത്തെക്കുറിച്ച് ഉപദേശിക്കുകയാണ്. ഭഗവാൻ പറയുന്നു, അല്ലയോ ഉദ്ധവ, നിനക്കിനി ഞാൻ പൂർവാചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ള സാഖ്യശാസ്ത്രം ഉപദേശിച്ചു തരാം. അതറിഞ്ഞവൻ വേഗത്തിൽ നാനാത്വഭ്രമത്തിൽ നിന്നും മുക്തനായിത്തീരും. സൃഷ്ടിക്കു മുമ്പ് സമസ്ത വസ്തുക്കളും ഭേദരഹിതവും ഏകവുമായ ജ്ഞാനസ്വരൂപമായിരുന്നു. കൃതാദിയുഗങ്ങളിലും വിവേക നിപുണന്മാർക്ക് ആ ജ്ഞാനം ഉണ്ട്. ഏകവും നിർവികൽപ്പവും മനോവാഗതീതവും സത്യവുമായ ആ ബ്രഹ്മം ദൃശ്യമെന്നും ദൃശ്യപ്രകാശകനെന്നും രണ്ടായിത്തീർന്നു. അവയിൽ ഒന്ന് കാര്യകാരണരൂപിണിയായ പ്രകൃതിയാകുന്നു, മറ്റേത് ജ്ഞാനവും. അതിനെ പുരുഷനെന്ന് പറയുന്നു. പുരുഷനായ എന്നാൽ പ്രക്ഷോഭിപ്പിക്കപ്പെട്ട പ്രകൃതിയിൽ നിന്ന് സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ അഭിവ്യക്തങ്ങളായി. ഗുണസമ്മേളനത്തിൽ നിന്നും ക്രിയാശക്തിരൂപമായ സൂത്രമെന്ന തത്വം ഉണ്ടായി. അതിനോട് ചേർന്ന് ജ്ഞാനശക്തിരൂപമായ മഹൽ തത്വവും ഉത്ഭവിച്ചു. വികാരം പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്ന് ജീവൻ്റെ ഭൂമഹേതുവായ അഹങ്കാരം ഉണ്ടായി. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ അഹങ്കാരം 3 വിധം. ചിതചിന്മയമായ ആ അഹങ്കാരം ശബ്ദാദി തന്മാത്രകൾക്കും ശ്രോത്രാദീന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾക്കും ഹേതുവാകുന്നു. താമസ അഹങ്കാരത്തിൽ നിന്നും ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളെന്ന 5 തന്മാത്രകൾ, അവയിൽ നിന്ന് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്ന പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളും സാത്വികാഹങ്കാരത്തിൽ നിന്ന് 11 ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും മനസ്സും ഉണ്ടായി. എൻ്റെ പ്രേരണയനുസരിച്ച് മഹൽ തത്വാദിഭാവങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് എനിക്ക് ഉത്തമസ്ഥാനമായ അണ്ഡത്തെ ഉൽപ്പാദിപ്പിച്ചു. പ്രളയജലത്തിൽ ശയിക്കുന്ന ആ അണ്ഡത്തിൽ ഞാൻ നാരായണ രൂപേണ ലീലാരൂപം സ്വീകരിച്ച് വസിച്ചു. എൻ്റെ നാഭിയിൽ നിന്നും ലോകകാരണഭൂതമായ പദ്മം ഉണ്ടായി. അതിൽ ബ്രഹ്മാവ് ആവിർഭവിച്ചു.
ലോകരൂപനായ ആ ബ്രഹ്മാവ് രജോ ഗുണയുക്തനായി എൻ്റെ അനുഗ്രഹത്താൽ തപസ്സനുഷ്ഠിച്ച് ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം എന്നീ ലോകത്രയത്തെയും ലോകപാലകന്മാരെയും സൃഷ്ടിച്ചു. ദേവന്മാർക്ക് സ്വർഗലോകവും ഭൂതപ്രേതാദികൾക്ക് ഭുവർലോകവും മർത്യാദികൾക്ക് ഭൂലോകവും വാസസ്ഥാനമായി. ഭൃഗ്വാദി സിദ്ധ പുരുഷന്മാർക്ക് ലോകത്രയത്തിനും അതീതമായ മഹർലോകം വാസസ്ഥാനമായി തീർന്നു. അസുരന്മാർക്കും നാഗങ്ങൾക്കും പാർക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് ഭൂമിക്ക് താഴെ അതലാദി സപ്തലോകങ്ങൾ നിർമ്മിച്ചു. ത്രിഗുണങ്ങൾക്ക് അധീനങ്ങളായ കർമ്മങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഓരോ ലോകത്തിൽ സ്ഥാനം ലഭിക്കുന്നു. യോഗം, തപസ്, സന്യാസം എന്നിവയുടെ ഫലമായി മഹർലോകം, ജനർലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെയുള്ള പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു. ഭക്തിയോഗത്തിൻ്റെ ഫലമാകട്ടെ സായുജ്യമാണ്. കാലരൂപിയും കർമ്മഫലദനുമായ എന്നാൽ ഈ ലോകം കർമ്മയുക്തമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഗുണങ്ങൾ നിമിത്തം പ്രവർത്തിക്കുന്ന ഈ സംസാരത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉന്നതഗതികളും നീചകർമ്മങ്ങൾ കൊണ്ട് നികൃഷ്ടഗതികളും ലഭിക്കുന്നു. ചെറുതോ വലുതോ സൂക്ഷ്മമോ സ്ഥൂലമോ ആയ എന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ അവയെല്ലാം പ്രകൃതി പുരുഷ സംയോഗം കൊണ്ട് ഉണ്ടായവയാകുന്നു. ഒരു വസ്തുവിൻ്റെ ആദിയിലും ലയത്തിലും ഉള്ളതെന്തോ അതുതന്നെ മധ്യാവസ്ഥയിലും. സ്വർണ്ണ നിർമ്മിതങ്ങളായ കടകകുണ്ടലാദികളും മൃദുവികാരങ്ങളായ ഘടശരാവാദികളും എക്കാലവും സ്വർണവും മുത്തും തന്നെ ആണല്ലോ. നാമരൂപഭേദം വ്യവഹാരത്തിന് വേണ്ടി മാത്രം. പരമാർത്ഥമായ ഏതൊന്നിനെ ഉപാദാനമായി സ്വീകരിച്ച് മഹദാദിഭാവങ്ങൾ അഹങ്കാരാദി അപരഭാവങ്ങളെ നിർമ്മിക്കുന്നുവോ, യാതൊന്ന് നാശത്തിനു ശേഷവും വർത്തിക്കുന്നുവോ, ആദ്യന്തവർത്തിയായ ആ വസ്തു തന്നെ സത്യവസ്തു. കാര്യരൂപമായ ഈ പ്രപഞ്ചത്തിന് ഉപാദാനമായ പ്രകൃതിയും അധിഷ്ഠാതാവായ പുരുഷനും ഗുണങ്ങൾക്ക് ക്ഷോഭമുണ്ടാക്കുന്ന കാലവും ഈ മൂന്നും ബ്രഹ്മസ്വരൂപനായ ഞാൻ തന്നെ ആകുന്നു. നാനാവിധമായ ഈ സൃഷ്ടി പിതൃപുത്രാദി രൂപേണ അവിഛിന്നമായി തുടരുന്നു. ജീവൻ്റെ ഭോഗമാണ് അതുകൊണ്ടുള്ള പ്രയോജനം. ഈശ്വരൻ്റെ സങ്കല്പം എത്ര കാലമുണ്ടോ അത്രയും കാലം അത് നിലനിൽക്കുകയും ചെയ്യും. കാലരൂപിയായ ഞാൻ നാനാത്വപൂർണമായ ബ്രഹ്മാണ്ടത്തെ വ്യാപിക്കുമ്പോൾ അതിൻ്റെ പ്രളയം സംഭവിക്കുന്നു. ശരീരം അന്നത്തിലും, അന്നം ബീജത്തിലും, ബീജം ഭൂമിയിലും, ഭൂമി ഗന്ധത്തിലും ലയിക്കുന്നു. ഗന്ധം ജലത്തിലും, ജലം സ്വഗുണമായ രസത്തിലും, രസം അഗ്നിയിലും, അഗ്നി രൂപത്തിലും ലയിക്കുന്നു. രൂപം വായുവിലും, വായു സ്പർശത്തിലും, സ്പർശം ആകാശത്തിലും, ആകാശം ശബ്ദതന്മാത്രത്തിലും ലയം പ്രാപിക്കുന്നു. ഇന്ദ്രിയങ്ങൾ അവയുടെ പ്രവർത്തകങ്ങളായ ദേവതകളിലും ലയിക്കുന്നു. ദേവതകൾ അവയുടെ നാഥനായ മനസ്സിലും, മനസ്സ് ദേവതകളോടുകൂടി സാത്വിക അഹങ്കാരത്തിലും ലയമടയുന്നു. ശബ്ദതന്മാത്രം ഭൂതങ്ങളുടെ ആദികാരണമായ താമസാഹങ്കാരത്തിലും, ത്രിവിധാഹങ്കാരങ്ങളും മഹൽ തത്വത്തിലും ലയം പ്രാപിക്കുന്നു. ജ്ഞാനക്രിയാശക്തികളോടുകൂടിയ ആ മഹൽ തത്വം ആ ഭാവം വെടിഞ്ഞ് ഗുണമാത്ര രൂപമായി തീരുന്നു. ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയായ പ്രകൃതിയിൽ ലയിക്കുന്നു. പ്രകൃതി അവ്യയമായ കാലവുമായി ഏകീഭവിക്കുന്നു. കാലം മായാമയമായ ജീവനിലും, ജീവൻ അജനും ആത്മാവുമായ എന്നിലും ലയിക്കുന്നു. സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവ് ആത്മാവിൽ കേവലനായി നിലകൊള്ളുന്നു. ഇപ്രകാരം സൂക്ഷിച്ചു നോക്കുന്നവന് മനോവികൽപമായ ഭ്രമം എവിടെ? ഉണ്ടായാൽ തന്നെ അതെങ്ങനെ ഹൃദയത്തിൽ നിലനിൽക്കും? അരുണോദയത്തിൽ ആകാശത്തിലെ അന്ധകാരമെന്ന പോലെ
ആത്മജ്ഞാനോദയത്തിൽ അജ്ഞാനവും നശിക്കുന്നു. ആകാശത്തിൽ നിന്ന് വായുവാദികൾ ക്രമത്തിലുണ്ടായി എന്ന് കാണിച്ചത് അനുലോമം. ഭൂമി ജലത്തിൽ, ജലം അഗ്നിയിൽ ഇങ്ങനെയുണ്ടായ ക്രമത്തിന് വിപരീത ക്രമത്തിൽ ലയിച്ചുവെന്ന് പറഞ്ഞത് പ്രതിലോമം. ഈ രണ്ട് ക്രമങ്ങൾ നന്നായറിഞ്ഞവർക്ക് കാരണകാര്യങ്ങളുടെ സൂക്ഷ്മജ്ഞാനം ഉണ്ടാകും. അപ്പോൾ സകല സംശയങ്ങളും അതുനിമിത്തമുള്ള ബന്ധങ്ങളും നശിക്കും. അങ്ങനെ എൻ്റെ ഭക്തന്മാർ ബന്ധമുക്തരായി പരമാനന്ദികളായിരിക്കാൻ വേണ്ടി കാര്യകാരണങ്ങളെ അറിഞ്ഞിരിക്കുന്ന ഞാൻ ഈ സാഖ്യസാരത്തെ നിന്നോട് ഉപദേശിച്ചു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.